ഡൽഹിയിൽ കെ.സി. വേണുഗോപാൽ മാത്യു കുഴൽനാടൻ കൂടിക്കാഴ്ചയുടെ വാർത്ത കൂടി വരുന്നുണ്ട്. കെ.സി. വേണുഗോപാലിന്റെ വസതിയിലാണ് കൂടിക്കാഴ്ച. മുഖ്യമന്ത്രി ചർച്ചകൾ കേരളത്തിൽ സജീവമായിരിക്കുകയാണ് കൂടിക്കാഴ്ച. പി.ആർ. അരവിന്ദ് വിവരങ്ങൾ വെച്ചിരുന്നു. അരവിന്ദ്, മെയ് 4 അടുക്കുമ്പോൾ ആ ചർച്ചകൾ കുറച്ചുകൂടി കടുക്കുന്നു. ചരടുവലികൾ ഈ പറയുന്ന ആൾക്കാരെ കൂടെ നിർത്താനുള്ള നീക്കങ്ങളൊക്കെ കുറച്ചുകൂടി ശക്തമാകുന്നുണ്ടോ? അരവിന്ദ്, അതിന്റെ ഭാഗമായി തന്നെയാണോ ആ കൂടിക്കാഴ്ച? കേരളം ആര് ഭരിക്കുമെന്നറിയാൻ 5 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അതിന് തൊട്ടു മുമ്പായാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ എം പി കെ.സി. വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഡൽഹിയിലെ കെ.സി. വേണുഗോപാലിന്റെ വസതിയിലാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും 9 മണിയോടുകൂടിയാണ് മാത്യു കുഴൽനാടൻ കെ.സി. വേണുഗോപാലിന്റെ വസതിയിലേക്ക് എത്തിയത്. എന്തായാലും ചർച്ച ഇപ്പോഴും പുരോഗമിക്കുന്നു. എന്തായാലും മാത്യു കുഴൽനാടൻ ഇത് കഴിഞ്ഞ് മാധ്യമങ്ങളോട് പ്രതികരിച്ചാലും അദ്ദേഹം വ്യക്തമാക്കാൻ പോകുന്നത് കോൺഗ്രസ് സംഘടനാകാരിൽ ജനറൽ സെക്രട്ടറി കാണാൻ വന്ന എളിയ പ്രവർത്തകരാണ് താനെന്ന് മാത്രമായിരിക്കും. പക്ഷേ മുഖ്യമന്ത്രി ചർച്ചകൾ കേരളത്തിൽ സജീവമാണ്. കെ.സി. വേണുഗോപാലും രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശിനു വേണ്ടി പ്രവർത്തകരടക്കം വലിയ രീതിയിലുള്ള പിന്തുണ നൽകുകയും KPCC അടക്കം ശക്തമായ വിലക്കേർപ്പെടുത്തുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുകൂടെ തന്നെ മന്ത്രിസഭയിലേക്ക് ആരൊക്കെ എത്തണം നടക്കമുള്ള ചർച്ചകൾ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഈ ഒരു വേളയിലാണ് മാത്യു കുഴൽനാടൻ ഡൽഹിയിലെത്തി കെ.സി. വേണുഗോപാലുമായി ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 1.5 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു ഈ ചർച്ച. അല്പസമയത്തിനകം തന്നെ മാത്യു കുഴൽനാടൻ പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു വിശദീകരണം മാത്യു കുഴൽനാടന്റെ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തിയിരുന്നു. അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷരെ കാണുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നെങ്കിലും അത്തരം കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. കാരണം മഹാരാഷ്ട്രയുടെ അടക്കം ചർച്ചകൾ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്നിരുന്നു. വൈകുന്നേരത്തോടുകൂടി രമേശ് ചെന്നിത്തല തിരിച്ച് കേരളത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. എന്തായാലും ശക്തമായ ചർച്ചകളും അതുപോലെ തന്നെ അണിയറ പ്രവർത്തകർ എല്ലാം കൃത്യമായി തന്നെ നടക്കുകയാണ്. എന്തായാലും ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച എന്ന് വിലയിരുത്തേണ്ടി വരും. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.